ഞാൻ സുസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ലാവൻഡർ ഓയിലിനെ പറ്റി പറയാനായിട്ട് വരുന്നത്. ഇതാണ് ലാവൻഡർ ഓയിൽ. ലാവൻഡർ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഈ ലാവൻഡർ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുഖത്തെ ടാനിങ്, പിഗ്മെൻറ്റേഷൻ, നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ, നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാട്, ടാനിങ്, ഇങ്ങനെ എല്ലാം ഈ ലാവൻഡർ ഓയിൽ പുരട്ടിയാലായിട്ട് നല്ലതായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ്, കഴുത്തിൻ്റെ കറുപ്പ്, അങ്ങനെ നമ്മുടെ ദേഹത്തുകൊണ്ട് മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് ലാവൻഡർ ഓയിൽ. ഇതെല്ലാം പുരട്ടുന്നതിനൊരു കണക്കുണ്ട്. ഞാൻ പിന്നെയും പറയുന്നത് ഇത് എസൻഷ്യൽ ഓയിലാണ്. ഇത് ഒന്ന് ക്രീമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓയിലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വേണം പുരട്ടാനായിട്ട്. നമ്മൾ ക്രീമിൻ്റെ അകത്ത് മിക്സ് ചെയ്യുമ്പോൾ 5 തുള്ളി, 100 ഗ്രാമിന് 5 തുള്ളി, അതുപോലെ എണ്ണയ്ക്കകത്താകുമ്പോൾ 10 തുള്ളി, ഈ ഒരു അളവിൽ വേണം നമ്മൾ എല്ലാ എസൻഷ്യൽ ഓയിലും പുരട്ടാൻ വേണ്ടി. ഡയറക്റ്റ് പുരട്ടുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ തന്നെ പുരട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ തലമുടിയിലെ താരനും തലമുടി ഏറ്റവും നല്ലതായിട്ട് വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ലാവൻഡർ ഓയിൽ. നമ്മളതും ഒരു ഓയിലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് തലയിൽ നല്ലതായിട്ട് പുരട്ടുക, അല്ലെങ്കിൽ ക്രീമിൽ അലോവേറ ജെല്ലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ നല്ലതായിട്ട് പുരട്ടി കൊടുത്താൽ തലമുടി നല്ലതായിട്ട് വളരും, താരം മാറും, ഡ്രൈനസ് മാറും. അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് ലാവൻഡർ ഓയിൽ. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരം നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന പില്ലോയുടെ അവിടെ ഒരു 2 തുള്ളി ആ പില്ലോയിലോട്ടോ വല്ലതും ഒന്ന് ഒഴിച്ചുമിച്ച് കിടക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ദേഹത്തെ പെയിനുകൾ, വേദന, പിന്നെ മസിൽ പെയിന്, നമ്മുടെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന പെയിനുകൾ, അതിനെല്ലാം ഏറ്റവും ബെസ്റ്റാണ് ലാവൻഡർ ഓയിൽ. അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി, നമുക്ക് ഒത്തിരി സ്ട്രെസ്സ്, സ്ട്രെയിന്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഇതൊഴിച്ചുള്ള എണ്ണ നമ്മളൊക്കെ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ട് പറ്റും. നമ്മുടെ ഒത്തിരി ടെൻഷൻ മാറുമെന്നാണ് പറയുന്നത് ലാവൻഡർ ഓയിൽ പുരട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എസൻഷ്യൽ ഓയിലാണ് ലാവൻഡർ ഓയിൽ. നമ്മളിത് ക്രീമിനകത്തും എണ്ണയ്ക്കകത്തും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒക്കെ ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനുമായിട്ട് പുരട്ടുക. ഇതിൻ്റെ ഒരു അളവുണ്ട്, ആ അളവ് കറക്റ്റായിട്ട് എടുത്ത് വേണം നമ്മൾ പുരട്ടാനായിട്ട്. പിന്നെ നമ്മൾ നല്ലതായിട്ട് ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നു, അല്ല നമ്മൾ ഒത്തിരി രാത്രിയിൽ ഉറക്കളിച്ച് ക്ഷീണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ലാവൻഡർ ഓയിൽ ഇച്ചിരി നല്ല വെള്ളത്തിൻ്റെ അകത്തോട്ട് ചാലിച്ചിട്ട് മുഖത്ത് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ മുഖം ഒന്ന് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷം നമുക്കുണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിനും നല്ലതാണ് ലാവൻഡർ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. നമ്മൾ മേടിക്കുന്ന ക്രീമുകൾക്കകത്തൊക്കെ ആണെങ്കിലും ലാവൻഡർ ഓയിൽ അത് വായിച്ച് നോക്കുക. ലാവൻഡർ ഓയിൽ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ലാവൻഡർ ഓയിൽ അതിൻ്റെ അകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ക്രീമിനൊക്കെ അതിൻ്റെ ഇരട്ടി എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ലാവൻഡർ ഓയിൽ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഇത് മേടിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.